ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബി-ടോക്സിൻ്റെ ഇന്നത്തെ വിഷയം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. കേരളത്തിൽ ഇതിൻ്റെ സർവീസ് ലഭ്യമാകുമെന്ന സന്തോഷകരമായ വാർത്തയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുടനീളം പ്രധാന സിറ്റികളിലൂടെ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നത്. 13 റേക്കുകൾ ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുന്നുണ്ട്. അതിൽ 2 കേരളത്തിന് ലഭിക്കും. നിലവിലുള്ള റെയിൽവേ ട്രാക്കിൻ്റെ അവസ്ഥ കാരണം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രതീക്ഷിച്ച വേഗതയിൽ കേരളത്തിൽ ഓടാൻ കഴിയില്ല. അതിനാൽ വേഗത അല്പം കുറയ്ക്കാനാണ് റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ട്രെയിനുകൾ 2023 ആഗസ്റ്റോടെ വിവിധ സോണുകളിലേക്ക് 75 ട്രെയിനുകൾ നൽകും. ഈ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ തിരുവനന്തപുരം ഡിവിഷന് 2 ട്രെയിനുകൾ ലഭിക്കും. കേരയിൽ വേണോ വന്ദേ ഭാരത് എക്സ്പ്രസ് വേണോ എന്ന ചോദ്യങ്ങൾ താൽക്കാലികമായി മാറ്റിവയ്ക്കാം. അതേപോലെ കേരളത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. അതിനെപ്പറ്റിയും പിന്നീട് സംസാരിക്കാം. 2019 ഡൽഹിയിലാണ് ഈ ട്രെയിനിൻ്റെ ആദ്യ സർവീസ് ആരംഭിക്കുന്നത്. പൂർണ്ണമായും ഇലക്ട്രിക്കലായ സെമി ഹൈസ്പീഡ് ട്രെയിനിൻ്റെ എൻജിൻ പവർ 10,720 ഹോഴ്സ് പവറാണ്. 100 കോടിയാണ് ട്രെയിൻ നിർമ്മാണ ചെലവ് വരുന്നത്. 180 കിലോമീറ്റർ പരമാവധി വേഗത എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ സർവീസ് എന്ന് പറയാം. നിലവിലെ ഇന്ത്യൻ ട്രെയിനിൻ്റെ രൂപഘടനയിൽ നിന്ന് വ്യത്യസ്തമായാണ് നിർമ്മാണം. ചരിഞ്ഞ ഫ്രണ്ട് ഗ്ലാസോടുകൂടി ഇരുവശത്തും മുകളിലുമായി LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് ഗ്ലാസിൽ വൈപ്പറുകളിലും മുകളിൽ ഹോണും കാണാം. 20 മീറ്റർ നീളവും 5 മീറ്റർ ഉയരമുള്ള ഡ്രൈവർ കേബിൻ DTC അഥവാ ഡ്രൈവർ ട്രെയിലർ കോച്ച് എന്ന് വിളിക്കുന്നു. മുന്നിലും പിറകിലുമായി 2 DTCകൾ ഉണ്ട്. വലിയ നീളമുള്ള വിൻഡോകളും കംഫർട്ടബിൾ ആയ സീറ്റും ശ്രദ്ധ ആകർഷിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ 52 സീറ്റുകളും ബാക്കി കോച്ചുകളിൽ 78 സീറ്റുകളുമാണ് ഉള്ളത്. ഒരു ട്രെയിനിൽ 16 ബോഗികൾ ഉണ്ടായിരിക്കും. പരമാവധി സീറ്റുകളുടെ എണ്ണം 1128 ആണ്. അകത്തേക്ക് പ്രവേശിക്കാൻ 1 ടച്ച് കൺട്രോൾ സ്വിച്ച് സ്ലൈഡിംഗ് ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലേക്ക് ഉയർത്താൻ കഴിയുന്ന സീറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഫയർ റെസിസ്റ്റൻ്റ് ഫാബ്രിക് കൊണ്ടാണ്. 2 സീറ്റുകൾക്ക് ഇടയിലേക്ക് ചാർജിംഗ് സ്പോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. സീറ്റുകൾക്ക് പിന്നിൽ ഫോൾഡിംഗ് ടേബിളും ഉണ്ട്. വളരെ കംഫർട്ടബിളായ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ കോച്ച് നമ്പർ, കടന്നുപോകുന്ന സ്ഥലം എന്നിവ കാണിക്കുന്ന സ്ക്രീനുകൾ ഉണ്ട്. CCTV ക്യാമറ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. വെസ്റ്റേൺ സ്റ്റൈൽ സീറോ ഡിസ്ചാർജിംഗ് വാക്വം ബേസ്ഡ് ബയോ ടോയ്ലറ്റ് വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. സേഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം പ്രത്യേകതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പാസഞ്ചേഴ്സിന് ട്രെയിൻ ഓപ്പറേറ്ററുമായി സംസാരിക്കാൻ പാസഞ്ചേഴ്സ് എമർജൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരു യൂണിറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ട്രെയിൻ ഓപ്പറേറ്ററുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. കൂടാതെ CCTV ക്യാമറ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. സ്മോക്ക് അലാം, ഫ്ലഡ് പ്രൊട്ടക്ഷൻ, റിമോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം, GPS സ്ക്രീൻ കടന്നുപോകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നിങ്ങനെ നിരവധി അത്യാധുനിക സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനമായി കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ സാധ്യമാണോ എന്ന ചോദ്യമാണ്. തീർച്ചയായും സാധ്യമാണ്. പക്ഷേ പരമാവധി വേഗത കൈവരിക്കാൻ പ്രയാസമാണെന്നാണ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അഭിപ്രായം. കാരണം നിലവിലത്തെ ട്രാക്കുകളിൽ ഉള്ള വളവുകൾ തന്നെയാണ്. എങ്കിലും വേഗതയിൽ മാറ്റം വരുത്തി കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ദയവായി അത് കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അറിവുകളും മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കുവാൻ സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.